നമുക്കിന്ന് വറുത്തരച്ച നാടൻ സ്രാവ് കറി വെച്ചാലോ. ഇപ്പോൾ സ്രാവ് കറി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സ്രാവ് കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവ്, ഉള്ളി, വേപ്പില, വെളുത്തുള്ളി, ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് തേങ്ങ, ഉള്ളി, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരം കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ എരിവിനും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവിലേക്ക് കുടംപുളി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ചേർക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച്, അതായത് സ്രാവ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുക. ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി പച്ചവെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല സ്വാദിഷ്ടമായ ഈ രീതിയിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്രാവ് കറി റെഡിയാക്കാവുന്നതാണ്. വറുത്തരച്ച സ്രാവ് കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്